ഹലോ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ ഇന്ന് PYQs ആണ് നോക്കാൻ പോകുന്നത്. യെസ്, ഇത്രയും നാളും LDC ദേവസ്വം ബോർഡ് എക്സാമിനകത്ത് ഇംഗ്ലീഷിൽ ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് വാക്കുകളും ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്ന് സ്പെസിഫിക്കലി വൊക്കാബുലറി ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എന്ത് സെക്ഷനിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നതെന്ന്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ നോക്കിക്കോ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ സെഷൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ വൺ ഹൂ സ്പീക്സ് മെനി ലാംഗ്വേജസ്. ഒരുപാട് ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളെ എന്താണ് വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ കണ്ണും പൂട്ടി ഉത്തരം പറയും. എന്താണ്? പോളിഗ്ലോട്ട്. എന്താണ്? പോളി, ഒന്നിലധികം അല്ലെങ്കിൽ നാലിൽ കൂടുതൽ. പോളി, അപ്പൊ ഒത്തിരി അധികം ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളെ പോളിഗ്ലോട്ട് എന്നാണ് പറയുക. അതേസമയം എന്താണ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്? അതായത് പേഴ്സൺ ഹു പ്രൊമോട്ട്സ് ദ വെൽഫെയർ ഓഫ് അതേഴ്സ്. അതിപ്പോ ഹെൽപ്പ് ചെയ്യുന്നതാകാം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതോ അവരുടെ മാറ്റേഴ്സിലൊക്കെ കുറച്ചെന്താ പ്രൊമോട്ട് ചെയ്യുന്ന, ഇടപഴകുന്ന ഒരാളെയാണ് നമ്മൾ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുക. അതേസമയം പോളിഗമി എന്ന് പറയുന്നത് എന്താണ്? ഒരാൾക്ക് ഒന്നിലധികം ഭാര്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോളിഗമി എന്ന് പറയും. അതേസമയം പാട്രിയോട്ട് ആണെങ്കിലോ രാജ്യസ്നേഹം, രാജ്യത്തോടുള്ള ഒരാളുടെ സ്വന്തം കൺട്രിയോടുള്ള സ്നേഹത്തെയാണ് പാട്രിയോട്ട് അല്ലെങ്കിൽ പാട്രിയോട്ടിസം എന്ന് പറയുക. അപ്പൊ ഞാൻ ഇവിടെ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് വൺ വേർഡ് എന്റെ കയ്യിലുണ്ട്. അതിനു മുന്നേ ഞാൻ ഇവിടെ പോളിഗമി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞായിരുന്നല്ലോ. അതിപ്പോ എന്താ? ഒന്നിൽ കൂടുതൽ ഭാര്യയുള്ളതിനെ നമ്മൾ പോളിഗമി എന്ന് പറഞ്ഞു. ഇപ്പൊ ഭാര്യമാർ ഒന്നിൽ കൂടുതൽ, അതേസമയം ഭർത്താക്കന്മാർ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലോ നമ്മൾ അതിനെ പോളിയാൻഡ്രി എന്നാണ് പറയുക. പോളിയാൻഡ്രി എന്നാണ് ഒന്നിലധികം ഭർത്താവ് ഉള്ളതിനെ പറയുക, ഹാവിങ് സെവറൽ ഹസ്ബൻഡ്സ്. അതേ സമയത്ത് ഭയങ്കര സിൻസിയർ ആണ് ആള്, അയാൾക്ക് ഒന്നിൽ കൂടുതലൊന്നും വേണ്ട, ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അതൊക്കെ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് മോണോഗമി എന്നാണ് പറയുക. മോണോ നമുക്കറിയാം എന്താണ്? മോണോ, വൺ എന്നാണ് അർത്ഥം. അപ്പൊ മോണോഗമി ഈസ് ഹാവിങ് വൺ വൈഫ് ഓർ എ ഹസ്ബൻഡ്. അങ്ങനെ. അതേസമയം എനിക്ക് അങ്ങനെ വലിയ സിൻസിയർ ഒന്നും അല്ല, എനിക്ക് ഒരു ഭാര്യ കൂടെ കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് രണ്ട് ഭാര്യമാര് രണ്ട് ഭർത്താക്കന്മാര് വേണം എന്നാണെങ്കിൽ അതിനെ എന്താണ്? ബൈഗമി എന്നാണ് വിളിക്കുക. എന്താണ്? ബൈഗമി എന്നാണ് വിളിക്കുക. ബൈ നമുക്കറിയാം, ടു എന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ ഒന്നിലധികം ഹസ്ബൻഡ് ഉള്ളതിനെ പോളിയാൻഡ്രി, ഒന്നിലധികം വൈഫ് ഉള്ളതിനെ പോളിഗമി എന്ന് പറയുന്നു. അതേ സമയത്ത് ഒരു ഭാര്യ ഒരു ഭർത്താവാണെങ്കിൽ മോണോഗമി, ആൻഡ് രണ്ട് പേര് വേണം, ഓക്കെ, എനിക്ക് രണ്ടായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ബൈഗമി. അങ്ങനെയാണ് പറയുക. അപ്പൊ കുറച്ച് വൺ വേർഡ് എന്തിനെ റിലേറ്റ് ചെയ്തിട്ട്, എന്റെ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തിട്ട്, ലാംഗ്വേജസിനെ അല്ലെങ്കിൽ റൈറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് വൺ വേർഡ്സ് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ വൺ വേർഡ് എടുക്കുന്ന സമയത്ത് ഈ എഴുതുന്നതിന്റെയോ അല്ലെങ്കിൽ എഴുത്തുകാരെയോ അങ്ങനെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. പിന്നെ ഓരോ സ്ഥലങ്ങളെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്, ബിലീഫിനെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്, അസുഖങ്ങളെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു 3 സെഗ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എ പേഴ്സൺ ഹു ഈസ് എ ലവർ ഓഫ് ബുക്സ്. എന്താണ്? ബുക്കുകളോട് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ എന്താണ് വിളിക്കുക? ബിബ്ലിയോഫൈൽ എന്നാണ് നമ്മൾ വിളിക്കുക. എന്താണ് വിളിക്കുക? ബിബ്ലിയോഫൈൽ എന്നാണ് നമ്മൾ വിളിക്കുക. അതേസമയം എ പേഴ്സൺ ഹു റൈറ്റ്സ് ഓർ കമ്പൈൽസ് ഡിക്ഷണറി. ഡിക്ഷണറിയെ എഴുതുന്ന അല്ലെങ്കിൽ ഡിക്ഷണറിയെ കമ്പൈൽ ചെയ്യുന്ന ഒരാളെ എന്താണ്? ലെക്സിക്കോഗ്രാഫർ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ലെക്സിക്കോഗ്രാഫർ എന്നാണ് അതിനെ പറയുക. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എ പേഴ്സൺ ഹു സ്റ്റഡീസ് ദ ഒറിജിൻ ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് വേർഡ്സ്. ഒരു വാക്ക് അത് എവിടെ നിന്ന് വന്നു, ലാറ്റിൻ നിന്നാണോ ഗ്രീക്കിൽ നിന്നാണോ, അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, അതിന് ഹിസ്റ്ററി എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളെ എറ്റിമോളജിസ്റ്റ് എന്നാണ് പറയുക. എന്താണ്? എറ്റിമോളജിസ്റ്റ് എന്നാണ് പറയുക. അതേസമയം എ പേഴ്സൺ ഹു റൈറ്റ്സ് പ്ലേസ്. നാടകം എഴുതുന്ന ഒരാളെ, ഡ്രാമ എഴുതുന്ന ഒരാളെ നമ്മൾ ഡ്രമാറ്റിസ്റ്റ് അല്ലെങ്കിൽ പ്ലേ റൈറ്റ് എന്ന് പറയാറുണ്ട്. ഇവിടെ പ്ലേ റൈറ്റിന്റെ സ്പെല്ലിംഗ് നോക്കി വെക്കുക. WRIGHT എന്നാണ് എഴുതുക. W എന്ന് പറയുന്ന ഒരു കുഞ്ഞു സംഭവം അതിന്റെ ഇടയിലുണ്ട്, അത് വിട്ടു പോകരുത്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത കുറച്ച് വേർഡ്സിൽ നോക്കുകയാണെങ്കിൽ എ പേഴ്സൺ ഹു റൈറ്റ്സ് ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ എഴുതുന്ന ഒരാളെ നമുക്കറിയാം ജേർണലിസ്റ്റ് എന്ന് വിളിക്കുന്ന അല്ലെ, ജേർണലിസ്റ്റ്. അതേസമയം വൺ ഹു കോപ്പീസ് റിട്ടൺ വർക്ക്സ്, അതിനെ നമ്മൾ സ്ക്രൈബ് എന്ന് പറയാറുണ്ട്. ഈ എക്സാംസിന് ഒരാൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, അപ്പൊ വേറൊരാൾ എഴുതി കൊടുക്കുന്നതിനെ നമ്മൾ സ്ക്രൈബ് എന്ന് പറയാറുണ്ട്. അയാൾ പറയുന്നത് കേട്ട് കോപ്പി ചെയ്ത് എഴുതുക, അതും സ്ക്രൈബ്. അപ്പൊ അതേ സമയത്ത് ഷോർട്ട് വിറ്റി റിമാർക്ക് ഓർ സെയിങ്, ഒരു കുഞ്ഞ് എന്താ പറയാ, ഒരു തമാശ രൂപേണ ഒരു കുഞ്ഞ് പീസ്, അതിനെ നമ്മൾ എന്താ പറയുന്നത്? എപ്പിഗ്രാം എന്നാണ് പറയുക. എന്താണ്? എപ്പിഗ്രാം എന്നാണ് പറയുക.
അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു റീഡ്. ചിലരൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ പറയുന്നത് എന്താ കാക്ക കിണ്ടിയ പോലെ എഴുതി വെച്ചേക്കുന്നത്, ടീച്ചർമാർക്കും അല്ലേ മനസ്സിലാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയാത്ത ഒരു ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ഇല്ലെജിബിൾ എന്ന് പറയുക. ഇല്ലെജിബിൾ. അടുത്തത് ഞാൻ അടുത്ത ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ രമേശ് പിഷാരടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം റൈറ്റിംഗ് ദാറ്റ് ഇമിറ്റേറ്റ്സ് സംവൺസ് സ്റ്റൈൽ ടു മോക്ക്, അതിനെ നമ്മൾ എന്താ പാരഡി, അതായത് ഒരു കാര്യം അത് നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ട്, ആ ചെയ്തു വയ്ക്കുന്നതിനെ ഒന്ന് കളിതമാശയായി ഒന്ന് കളിയാക്കിക്കൊണ്ട് എഴുതുന്നതിനെയോ അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്ത് പാടുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പാരഡി എന്ന് പറയുക. അത് റൈറ്റിംഗ് ഉണ്ട്, സോങ്സ് ഉണ്ട്, ഫിലിംസ് ഉണ്ട്. അപ്പൊ രമേശ് പിഷാരടിയുടെ ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു വീഡിയോ, എന്താ പുള്ളിക്കാരൻ ഇങ്ങനെ പാരഡി പാട്ട് പാടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് രമേശ് പിഷാരടി പാരഡി. ഈ പുള്ളി എങ്ങനെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആലോചിക്കും ദൈവം ഇവരൊക്കെ എന്നെയും കൊണ്ട് ജീവിക്കുകയാണോ എന്ന് കാലിക്കായിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദാ എന്റെ കയ്യിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വീണ്ടും ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ഫെയ്റ്റ്. എന്തിനെ? ഫെയ്റ്റ് ബിലീവ് ചെയ്യുന്ന ഒരാളെ എന്താണ് പറയുക? വാക്കിൽ തന്നെ ഉത്തരമുണ്ട്. എന്താണ്? ഫേറ്റലിസ്റ്റ്. എന്താണ്? ഫേറ്റലിസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. അതേസമയം ഒപ്റ്റിമിസ്റ്റ് എന്താണ്? എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്ന ഒരാളെ നമ്മൾ ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? പെസിമിസ്റ്റ്. എപ്പോഴും നെഗറ്റീവായി കാണുന്ന ഒരാളെ നമ്മൾ എന്ത് വിളിക്കുക? പെസിമിസ്റ്റ് എന്ന് വിളിക്കുക. റിയലിസ്റ്റ് ആണെങ്കിൽ എല്ലാം റിയാലിറ്റിയിൽ ജീവിക്കുന്ന, റിയലിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന. അതേ സമയത്ത് തിയസ്റ്റ് ആണെങ്കിൽ എന്താണ്? വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്, അതിനെയാണ് നമ്മൾ തിയസ്റ്റ് എന്ന് പറയുക. അപ്പൊ ഇനി കുറച്ച് ബിലീവ്സിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വാക്കുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, നോക്കാം. ദാ a person who believes in God, ഞാൻ ലാസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? theist എന്ന് പറയുന്നത്. അതേസമയം ഒരാൾക്ക് ദൈവത്തോട് എന്താ വിശ്വാസമില്ല, അയാളെ നമ്മൾ ഏത്തിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഈ ഇടയായിട്ട് ഒത്തിരി അധികം യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഏത്തിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ a person who is unsure about the existence of God, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളെ ആഗനിസ്റ്റിക് എന്നാണ് നമ്മൾ പറയുക. ഇവിടെ PK എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ അമീർ ഖാൻ എന്താണ്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പുള്ളി താണ്ട് ഇവിടെ കൊന്ത ഇട്ടിട്ടുണ്ട്, കുരിശിട്ടിട്ടുണ്ട്, മറ്റേ ശബരിമലയിലൊക്കെ ഇടുന്ന പോലത്തെ മറ്റേ മുത്തുകൾ ഇട്ടിട്ടുണ്ട്, ഒരുപാട് മറ്റേ സിഖുകാരുടെ പഞ്ചാബീസിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലയോ, എന്താണ്, ആരാണ് ദൈവം എന്നൊക്കെ ചിന്തിച്ചുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത നോക്കുകയാണെങ്കിൽ a person who believes that pleasure is the highest good. പ്ലഷർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ earthly pleasure ആയിരിക്കാം, അതൊക്കെയാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരാളെ ഹെഡോണിസ്റ്റ് എന്നാണ് പറയുക. എന്താണ്? ഹെഡോണിസ്റ്റ് എന്നാണ് പറയുക. ആൻഡ് അടുത്തത് എപ്പോഴും ഡൗട്ടുകളുള്ള പേഴ്സൺ ഹു ഡൗട്ട്സ് എവറിത്തിങ്, സ്കെപ്റ്റിക്. എന്താണ്? സ്കെപ്റ്റിക് എന്നാണ് പറയുന്നത്. എ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് എവറിത്തിങ് ഇസ് ബാഡ് ഓർ ഈവിൾ, എല്ലാം പൈശാചികമാണ്, എല്ലാം ബാഡ് ആണ്, ഈവിൾ ആണ് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സിനിക് അല്ലെങ്കിൽ സൈനിക്, സിനിക് എന്ന് നമ്മൾ പറയാറുണ്ട്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ a person who believes in the superiority of one's own group, ആ ഗ്രൂപ്പിൽ ഞാനാണ് സുപ്പീരിയർ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പാണ് വലുത് എന്ന് പറയുന്നവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഷോവനിസ്റ്റ് എന്ന് വിളിക്കുന്നു. എന്താണ്? ഷോവനിസ്റ്റ് എന്ന് വിളിക്കുന്നു. സ്പെല്ലിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എന്താണ്? CHAU, ഷോ, VINIST, വിനിസ്റ്റ്, ഷോവനിസ്റ്റ് എന്നാണ് സ്പെല്ലിംഗ് നോക്കി വെക്കുക. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കേൾക്കാറുണ്ട് ഹീസ് എ മെയിൽ ഷോവനിസ്റ്റ്, അല്ലെങ്കിൽ ആണുങ്ങളാണ് വലുത് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിനെയാണ് ഷോവനിസ്റ്റ് എന്ന് പറയുക. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ a person who believes in practical approaches, എല്ലാ കാര്യങ്ങളും വളരെ പ്രാക്ടിക്കലായി ഡീൽ ചെയ്യാനായിട്ട് നോക്കുന്ന ഒരാളെയാണ് നമ്മൾ പ്രാഗ്മാറ്റിക് എന്ന് പറയുക. എന്താ പറയാ? പ്രാഗ്മാറ്റിക് എന്ന് പറയുക. ഓക്കെ അല്ലടാ? ആൻഡ് ഞാൻ അടുത്ത ഇതിലോട്ട് പോവാണ്. അതാ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഒരു പ്ലേസിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. എന്ത്? വെപ്പൺസും അമ്യൂണിഷനും, തോക്കും ബോംബും അതൊക്കെ എവിടെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വീണ്ടും എന്താണ്? ആർസനലിലാണ് നമ്മൾ എന്ത് സൂക്ഷിക്കുന്നത്? വെപ്പൺസും അമ്യൂണിഷനും നമ്മൾ സൂക്ഷിക്കുക. ഓക്കെ ആണോ? ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്ലേസസിനെ ബേസ് ചെയ്തിട്ടും എന്റെ കയ്യിൽ എന്തുണ്ടോ കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതാന്ന് നോക്കിക്കോ. ദ ഫസ്റ്റ് വൺ, ഏവിയറി. എന്താണ്? ഏവിയറി എന്ന് പറയുന്നതാണ് എന്റെ ആദ്യത്തെ വാക്ക്. വിച്ച് ഇസ് എ പ്ലേസ് where birds are kept. ബേർഡ്സിനെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന, സൂക്ഷിച്ചെന്നല്ല, അവരെ വളർത്തുന്ന ആ ഒരു കേജ് അല്ലെങ്കിൽ ആ ഒരു വലിയൊരു കൂടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഏവിയറി എന്ന് വിളിക്കുക.
നെക്സ്റ്റ് വൺ ആബച്ചോർ. ആബച്ചോർ എന്ന് പറയുന്നത് എന്താണ്? ഈ ആനിമൽസിനെയൊക്കെ സ്ലോട്ടർ ചെയ്യുന്ന, മീറ്റിന് വേണ്ടി അവരെയൊക്കെ കൊല്ലാനായിട്ട് എടുക്കുന്ന ആ ഒരു വലിയ ബുച്ചർ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പ്, അതിനെയാണ് ആബച്ചോർ എന്ന് പറയുക. ആംഫി തിയേറ്ററിന്റെ ഒരു പിക്ചറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാം, എന്താണ് മുകളിൽ ഓപ്പൺ ആണ്, ഓപ്പൺ എയർ തിയേറ്ററിനെയാണ് നമ്മൾ ആംഫി തിയേറ്റർ എന്ന് പറയുക. അപ്പൊ ഈ നടുക്കായിരിക്കും എന്ത്, നമ്മുടെ ഇതൊക്കെ നടക്കുന്നത്, നമ്മുടെ ആർട്ടോ, സ്പോർട്സോ, എന്റർടൈൻമെന്റോ, പ്ലേസോ എന്ത് വേണമെങ്കിലും നടക്കുന്ന ഈ ഒരു നടുക്കായിരിക്കും. ഈ ചുറ്റുമുള്ള ഈ ഒരു സ്ഥലത്തായിരിക്കും ആരിയ്ക്കുക? ഓഡിയൻസ് ഇരിക്കുക. ഇപ്പൊ മെയിൻലി നമ്മൾ സ്പോർട്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം നമ്മൾ എടുത്തേക്കുന്നത്. പക്ഷെ പണ്ടൊക്കെ ഈ ഡ്രാമ, പ്ലേസ് ഒക്കെ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിലൊക്കെ ആയിരുന്നു പെർഫോം ചെയ്തിരുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ അസൈലം. അസൈലം എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, മെന്റലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ ഒക്കെ ചികിത്സിക്കുന്ന സ്ഥലമാണ് അസൈലം എന്ന് പറയുന്നത്, അല്ലെ? അടുത്ത നോക്കിക്കോടാ, ഇത് നമ്മൾ കാണുമ്പോ ബോജോയർ അങ്ങനെയൊക്കെ നമ്മൾ വായിക്കും, പക്ഷെ അതിനെ ബൂജ്വ എന്നാണ് പറയുക. ബൂജ്വ എന്നാണ് നമ്മൾ പറയുക. അതെന്ന് പറയുന്നത് വിമൻസ് ലൈക് പ്രൈവറ്റ് ബെഡ്റൂം ഓർ സിറ്റിംഗ് റൂം, അവർക്ക് ഇരിക്കാനുള്ള ഒരു പ്രൈവറ്റ് ബെഡ്റൂമിനെയാണ് നമ്മൾ ബൂജ്വ എന്ന് പറയുക. അടുത്തത് ഡോർമെട്രി. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് ഈ ഹോസ്റ്റൽസിലായാലും ചില ഹോട്ടൽസിലായാലും ഈ ബങ്ക് ബെഡ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ അവർക്ക് ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനുമുള്ള സ്ഥലത്തെയാണ് നമ്മൾ ഡോർമെട്രി എന്ന് പറയുക. ഗ്രെയിനറി. ഗ്രെയിനറി എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്രെയിൻസ് ഒക്കെ, ഈ നെല്ലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഗ്രെയിനറി, a place where grains are stored എന്ന് പറയുക. ലബോറട്ടറി. നമുക്കറിയാം, എന്താ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ലാബ് ഒക്കെയാണ് എന്ത്, ലബോറട്ടറി എന്ന് പറയുന്നത്. അടുത്തത് ലൈബ്രറി. വി ഓൾ നോ, നമ്മൾ സ്കൂളിലൊക്കെ, ഞാൻ പോവാറുണ്ട് സ്കൂളിലൊക്കെ, എന്താണ് ആ ഒരു റൂമിൽ മാത്രം അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും കയറാറില്ല. അതാണ് ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ബുക്കുകൾ കീപ്പ് ചെയ്യുന്ന, വേർ ബുക്സ് ആർ കെപ്റ്റ്, അതാണ് ലൈബ്രറി. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ബുക്ക് സ്റ്റോർ വരാറുണ്ട്. ഇപ്പൊ ബുക്ക് സ്റ്റോർ ആണോ ഇതാണോ എന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. ബുക്ക് സ്റ്റോർ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങാൻ വേണ്ടി, ബുക്ക് വാങ്ങാൻ വേണ്ടി ചെല്ലുന്ന സ്ഥലമാണ്. വേർ ബുക്ക് ഇസ് സോൾഡ്. ഓക്കെ, ഇവിടെ ബുക്ക് കീപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ലൈബ്രറി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ മൊസോളിയം. മുസോളിയം എന്ന് പറയുന്ന സ്ഥലം എന്താണ്? എ ബിൽഡിംഗ് ഹൗസിംഗ് എ ടൂംബ് ഓർ ടൂംസ്. എന്താണ്? ഒരു ശവകുടീരം. അതിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കെട്ടിടം പണിത് വെച്ചേക്കാണ്. അതാണ് ഇവിടെയുള്ള ഈ ഒരു പിക്ചറിനകത്ത് ഡിനോട്ട് ചെയ്തേക്കുന്നത്, മുസോളിയം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയില് ഒരു മുസോളിയം ഉണ്ട്, അത് ഏതാണെന്ന് കമന്റ് ചെയ്തേക്കണം. ഓക്കെ, അത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മോണ്യുമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒബ്സർവേറ്ററി. ഒബ്സർവേറ്ററി എന്ന് പറയുന്നത് ആസ്ട്രോണമിക്കൽ സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്ന, വലിയ ടെലസ്കോപ്പ് ഒക്കെ വെച്ച് വാന നിരീക്ഷണം ഒക്കെ ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒബ്സർവേറ്ററി എന്ന് വിളിക്കുക. അടുത്തത് പാൻട്രി ആണെങ്കിലോ, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തെ നമ്മൾ പാൻട്രി എന്ന് പറയുന്നുണ്ട്. വോൾട്ട് ആണെങ്കിലോ, വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളെ വളരെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു റൂം, പൈസ, ജുവൽസ് ഒക്കെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു വോൾട്ട്, അതാണ് ഇവിടെ. അടുത്തത് സിനഗോഗ് ആണെങ്കിലോ, ഒരു പള്ളിയാണ്, പ്രെയർ വർഷിപ്പ് ചെയ്യുന്ന ഒരു പള്ളിയാണ്. ആരുടെ? ജ്യൂസിന്റെ സിനഗോഗ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ സിനഗോഗ് എന്നാണ് വിളിക്കുക. സ്പെല്ലിംഗ് നോക്കി വെച്ചോണേ. അടുത്തത് ഒറേറ്ററി. ഒറേറ്ററി എന്ന് പറയുന്നത് വീണ്ടും എന്താണ്? ഒരു പ്രെയറിന് വേണ്ടി ഒരു പ്രൈവറ്റ്, ഒരു ചാപ്പലോ, അതിനെയൊക്കെയാണ് നമ്മൾ ഒറേറ്ററി എന്ന് പറയുക. ORATORY, ഒറേറ്ററി എന്ന് പറയുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇവിടെ മിന്റ്. നമ്മൾ എന്താ പറയാ, മിന്റ് എന്ന് പറയുന്നത് മറ്റേ സോഡ മിന്റ് അതൊന്നും അല്ല. ഇവിടെ പൈസ ഉണ്ടാക്കുന്ന, കോയിൻ, പൈസയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതിനെയാണ്, ബാങ്കിന്റെ മിന്റിനെയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ നൈറോബി, മണി ഹൈസ്റ്റിലെ നൈറോബി ഇങ്ങനെ പൈസയൊക്കെ ഇങ്ങനെ ഒറിജിനൽ പോലെയാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലേ. ആൻഡ് നെക്സ്റ്റ് വൺ, ലോണ്ട്രിമേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറയുന്ന ലോണ്ട്രി, അതാണ് ഇവിടെ നമ്മുടെ തുണിയൊക്കെ കഴുകാനൊക്കെ കൊടുക്കുന്ന സ്ഥലം. ഫൗണ്ടറി ആണെങ്കിലോ, ഈ മെറ്റൽസ് ഒക്കെ ഉരുക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഫൗണ്ടറി എന്ന് പറയുക. ആൻഡ് ക്ലോയിസ്റ്റർ എന്ന് പറയുന്നതാണെങ്കിലോ, എ കവേർഡ് വാക്ക് വേ ഇൻ എ കോൺവെന്റ്, മോണസ്ട്രി ഓർ കത്തീഡ്രൽ. അതായത് ക്രിസ്ത്യൻസിന്റെ മോണസ്ട്രി ആൻഡ് അതുപോലുള്ള കത്തീഡ്രൽ ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ടോംബ് പോലത്തെ ഒരു സംഭവം കാണും. അതിന്റെ അകത്തൂടെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റാം, അല്ലെങ്കിൽ ഒരു കോറിഡോർ പോലെയൊക്കെ നടക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ക്ലോയിസ്റ്റർ എന്ന് പറയുക. അപ്പോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്റെ അടുത്ത സെഗ്മെന്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കണ്ടു. ഇനി നമ്മുടെ കയ്യിൽ ഇഡിയംസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇഡിയംസ് നമ്മൾ എപ്പോ പഠിച്ചാലും റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ഞാൻ പറയാറുണ്ട് അല്ലേ. നമ്മുടെ ലൈഫിനെയോ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന ഒരാളെയോ നമ്മുടെ സിനിമയൊക്കെയോ ഒക്കെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ ഇഡിയംസ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ടു ബറി എ ഹാച്ചറ്റ്,
ടു ബറി എ ഹാച്ചറ്റ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ് എന്നാ ചോദിക്കുന്നത്. ടു പ്ലാന്റ് ട്രീസ്, ടു സെറ്റിൽ എ ക്വാറൽ, ടു സ്റ്റാർട്ട് എ ഫൈറ്റ്, ടു ഹൈഡ് എ വെപ്പൺ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് കാണാം. അപ്പൊ ഇവിടെ ടു ബറി എ ഹാച്ചറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാറലിനെ സെറ്റിൽ ചെയ്യുക, ഒരു അടിയെ ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ഇഡിയം യൂസ് ചെയ്യുക, ടു ബറി എ ഹാച്ചറ്റ് എന്ന് പറയുന്ന ഇഡിയം നമ്മൾ യൂസ് ചെയ്യുക. അടുത്ത നോക്കുകയാണെങ്കിൽ ഇതാ നോക്കിക്കോ, ടു കോൾ ഇറ്റ് എ ഡേ. ടു കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്ന ഇഡിയം ഉണ്ട്. അതായത് ഇപ്പോ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുൾ ഇങ്ങനെ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ തളർന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഓക്കെ ഐ ആം സ്റ്റോപ്പിംഗ്, ഞാൻ ജോലിയൊക്കെ നിർത്തി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ പറയും ഓക്കെ ഐ ആം കോളിംഗ് ഇറ്റ് എ ഡേ എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസിനകത്തുണ്ടല്ലോ ടു സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ ദ ഡേ, അതാണ് ടു കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് ഇഡിയം മീനിങ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ടു ടേക്ക് കൺട്രോൾ ഓഫ് എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനെ എന്താ ടു ടേക്ക് കൺട്രോൾ, അതിനെന്ത് ഇഡിയമാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്? ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ്, ഓക്കെ, ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ക്രൈ ഓവർ എ സ്പിൽഡ് മിൽക്ക്, ഹിറ്റ് ദ സാക്ക്. അങ്ങനെ 4 ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ എന്താണ് ആ ഒരു കൺട്രോൾ എടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു മീനിങ് വരുന്ന ഒരു ഇഡിയം നമ്മുടെ ഈ കയ്യിലുണ്ട്. എന്താണ്? ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ്, അതിന്റെ കൊമ്പിൽ ഇങ്ങനെ പിടിച്ച് അതിനെ കൺട്രോളിൽ എത്തിക്കുക. അവിടെയാണ് ആ ഒരു ഇഡിയം വന്നേക്കുന്നത്. അതേ സമയത്ത് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത് എന്താണ്? ടു റിവീൽ ദ സീക്രട്ട്. എന്താണ്? ഒരു സീക്രട്ട് ഉണ്ട്, ആ സീക്രട്ടിനെ റിവീൽ ചെയ്യാൻ പറയുന്നതിനെയാണ് എന്ത്? ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത്. ആൻഡ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്, അതിനെ എന്ന് പറയുന്നത് നമ്മൾ എന്തോ ഒരു കാര്യം അത് ചെയ്തു പോയി, ഇനി അതിൽ മാറ്റാൻ പറ്റില്ല, അതിനെക്കുറിച്ച് ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് കരയുക, അതിനെയാണ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറയുന്നത്. അടുത്ത ഹിറ്റ് ദ സാക്ക് എന്ന് പറയുന്നതോ ഞാനിങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഇനി ഉറങ്ങാനായിട്ട് പോവാണ്, ആ ഒരു ഉറങ്ങാൻ പോവാ, ടു ഗോ ടു സ്ലീപ്പ്, അതിനെയാണ് ഹിറ്റ് ദ സാക്ക്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിലോ നോക്കിക്കോ, കറക്റ്റ് ഇഡിയം നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ്? turned a deaf ear, he turned a deaf ear to my request. അതിനകത്ത് turned a deaf ear എന്ന് പറയുന്നത് എന്താണ്? അവന് കേൾക്കുന്നില്ല എന്നാണോ, അതോ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല, refused to listen ആണോ, heard carefully ആണോ, അല്ലെങ്കിൽ pretended to hear അതാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ശ്രീനിവാസന്റെ മകൻ വിനീത് ശ്രീനിവാസൻ ചെയ്ത മറ്റേ ഒരു വക്കീലിന്റെ ഒരു വേഷമൊക്കെ ഇട്ട് ചെയ്ത ഒരു മൂവിക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഓക്കെ കേൾക്കാത്ത പോലെ ഇരിക്കാം, പോകുമായിരിക്കും എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ലേ, അത് തന്നെയാണ് ഇവിടെയും. എന്താണ്? റെഫ്യൂസ്ഡ് ടു ലിസൺ. എന്താണ്? ഞാൻ കേൾക്കുന്നില്ല, ഞാൻ റെഫ്യൂസ് ചെയ്യാണ്, എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്നതാണ് എന്ത്? ടേൺഡ് എ ഡെഫ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ കുറച്ച് ഇഡിയംസ് എന്റെ കയ്യിലുണ്ട്. ആ ഇഡിയംസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ടു ബീറ്റ് അറൌണ്ട് ദ ബുഷ്. അതെല്ലാവർക്കും അറിയാം. എന്താണ്? ആ ഒരു പോയിന്റിൽ എത്താതെ എന്തൊക്കെയോ അതിനെ ചുറ്റിപ്പറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹിസ് നോട്ട് ഗെറ്റിംഗ് ടു ദ പോയിന്റ്. അതിനെയാണ് എന്ത് പറയുന്നത്? ടു ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. അടുത്തത് ടു കോൾ സംവൺസ് ബ്ലഫ്. ടു കോൾ സംവൺസ് ബ്ലഫ്. ഇവിടെ ബ്ലഫ് ഈ ചീട്ട് കളിക്കുന്നവർക്ക് അറിയായിരിക്കും എന്ത് ഈ ബ്ലഫിങ് എന്നൊക്കെ പറയുന്നത്. അതായത് എന്റെ കയ്യിലുണ്ട് പക്ഷെ ഇല്ല, ഉണ്ടോ ഇല്ലയോ, ആ ഒരു കള്ളത്തരം, ആ ഒരു ഇത്, അങ്ങനെയാണ് ബ്ലഫ് എന്ന് പറയുക. അപ്പൊ ടു ചാലഞ്ച് സംവൺ ടു പ്രൂവ് ദെയർ ക്ലെയിം. എന്താണ്? അയാൾ പറഞ്ഞ ശരിയാണോ തെറ്റാണോ എന്ന് ഇങ്ങനെ ചാലഞ്ച് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടു കോൾ സംവൺസ് ബ്ലഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടു ബൈറ്റ് ദ ബുള്ളറ്റ്. ടു ബൈറ്റ് ദ ബുള്ളറ്റ്. ഇവിടെ ഞാൻ ഇവിടെ രജനീകാന്തിന്റെ ഒരു പാട്ട് സീന. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ രജനീകാന്ത് ഇങ്ങനെ വന്ന് നിപ്പുണ്ട്, രജനീകാന്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബുള്ളറ്റ് വരുന്നു, അത് ഇങ്ങനെ നിൽക്കുകയാണ്, അത് മാറുന്നില്ല അല്ലെ, അത് രജനീകാന്തിനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ മീനിങ് നോക്കുകയാണെങ്കിൽ ടു ഫേസ് എ പെയിൻഫുൾ ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ബ്രേവ്ലി. പുള്ളിക്കറിയാം തുളച്ചു പോയാൽ നാളെ ഞാൻ ഇല്ല, മരിച്ചു, തീർന്നു എന്നറിയാം. പക്ഷെ ഹീസ് ഫേസിങ് ദാറ്റ്, ആ ഒരു ഡിഫിക്കൽട്ടി, ആ ഒരു ഡേഞ്ചറിനെ ബ്രേവ്ലി ഫേസ് ചെയ്യുന്നു. അതാണ് ആ ഒരു ടു ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ടു ത്രോ ഇൻ ദ ടവൽ. ടു ത്രോ ഇൻ ദ ടവൽ എന്ന് പറയുന്നത് എന്താണ്? ടു അഡ്മിറ്റ് ഡിഫീറ്റ് ഓർ ഗിവ് അപ്പ്. ഓക്കെ, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിനെയാണ് ടു ത്രോ ഇൻ ദ ടവൽ എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ടു ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. ടു ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ടു ബി സ്കെപ്റ്റിക്കൽ അബൌട്ട് സംതിങ്. എന്തോ ഒരു കാര്യത്തെ കുറിച്ച് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു വൺ ഹു ഡൗട്ട്സ് എവറിത്തിങ്, അതിനെയാണ് നമ്മൾ സ്കെപ്റ്റിക് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്? ഒരു കാര്യത്തെ കുറിച്ച് ഭയങ്കര ഡൗട്ട് ഉള്ള ഒരു സംഭവം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടു ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്ന് പറയുക. അടുത്ത നോക്കിക്കൂടാ,
ടു ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പൊ ഒരു കാൻഡിൽ എടുക്കുന്നു, രണ്ട് എൻഡും ഞാൻ എന്താ കത്തിക്കാണ്, എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഇല്ല, അത് കത്തിത്തീരാണ്. അത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്, പക്ഷെ ഒരു ഗുണവും ഇല്ല. അതിനെയാണ് പറയുന്നത് എന്താണ്? ടു ഓവർ വർക്ക് ഓർ എക്സോസ്റ്റ് വൺ സെൽഫ്. ആൻഡ് ദ ഇഡിയം ഇസ് ടു ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുക. അടുത്തത് ടു ലീവ് നോ സ്റ്റോൺ അൺടേൺ. ഒരു കാര്യം അത് നമുക്ക് ചെയ്യണം അല്ലെങ്കിൽ കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയിട്ട് എല്ലാ പോസിബിൾ വേസും നമ്മൾ നോക്കി അല്ലെ. അപ്പൊ അതിനെയാണ് ടു ലീവ് നോ സ്റ്റോൺ അൺടേൺ എന്ന് പറയുക. ടു ട്രൈ എവറി പോസിബിൾ മെത്തേഡ്. അടുത്തത് ടു ക്ലച്ച് അറ്റ് സ്ട്രോ. നമ്മൾ പറയാം അവസാനത്തെ കച്ചി തുരുമ്പാണിത് എന്ന് പറയാറുണ്ട്. അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും ലൈക്ക് ആ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷന് നമ്മൾ ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുക? ടു ക്ലച്ച് അറ്റ് സ്ട്രോസ് എന്ന് പറയുക. ടു ട്രൈ സംതിങ് ഹോപ്പ്ലെസ് ഇൻ ഡെസ്പിറേഷൻ, ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് ടു ബെൽ ദ ക്യാറ്റ്. ടു ബെൽ ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഈ പൂച്ചേനെ അറിഞ്ഞൂടാത്ത മലയാളി ഉണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ പൂച്ചേനെ? ഈ സമ്മറിൻ ബദ്ലേഹം എന്ന് പറയുന്ന പൂച്ചയാണ്. ഞാൻ എന്തുകൊണ്ട് ഈ പൂച്ചനെ എടുത്തു എന്ന് ചോദിച്ചാൽ പൂച്ചയുണ്ട്, പിന്നെ മണിയുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ആ പെൺകുട്ടി, എന്താണ് ആ പെൺകുട്ടി വളരെ റിസ്ക് എടുത്തിട്ടാണ് ആ ഒരു ഐഡന്റിറ്റി ഇങ്ങനെ ഹിഡൻ ചെയ്ത് വെച്ചേക്കുന്ന ഇത്രയും വർഷം അല്ലേ. അപ്പൊ എന്താ ടു ബെൽ ദ ക്യാറ്റ് എന്ന് പറയുന്നത്? ടു അണ്ടർടേക്ക് എ റിസ്കി ഓർ ഡേഞ്ചറസ് ടാസ്ക്. അടുത്തത് ടു ക്രൈ ഓവർ എ സ്പ്ലിറ്റ് മിൽക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ എന്തോ ഒരു കാര്യം അത് റിഗ്രറ്റ് ചെയ്യുകയാണ്, പക്ഷെ അതിനി തിരിച്ചു വരുമോ? ഇല്ല. അതിനെയാണ് ആ ഒരു ഇഡിയം പറയാ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു ഫെദർ വൺസ് ഓൺ നെസ്റ്റ്. ടു ഫെദർ വൺസ് ഓൺ നെസ്റ്റ് അതാണെങ്കിൽ എന്താ? ടു മേക്ക് മണി ഡിസ്ഓണസ്റ്റ്ലി ഫോർ വൺ സെൽഫ്. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം, പക്ഷെ നേരായിട്ടുള്ള രീതിയിലാണോ? അല്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടു ഫെദർ വൺസ് ഓൺ നെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ അവസാനത്തെ കുറച്ച് ഇഡിയംസ് എന്റെ കയ്യിലുണ്ട്, നോക്കിക്കോ. ടു ഗിവ് സംവൺ ദ കോൾഡ് ഷോൾഡർ. ടു ഗിവ് സംവൺ ദ കോൾഡ് ഷോൾഡർ അതിന് നമ്മൾ എന്താ പറയാ? എന്താ ഒരാള് ഭയങ്കര റൂഡായിട്ട് അൺഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് പെരുമാറുന്നതിനെയാണ് ആ ഒരു ഇഡിയം നമ്മൾ യൂസ് ചെയ്യുക. അതേസമയം ടു ത്രോ കോൾഡ് വാട്ടർ ആണെങ്കിലോ, അതായത് നമ്മൾ എന്തോ ഒരു വലിയൊരു കാര്യം ഇങ്ങനെ ഐഡിയക്ക് ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടിരുന്നു, അതിനെ എന്താ ഡിസ്കറേജ് ചെയ്യുക, അതിന്റെ മേലൊരു വെള്ളം കോരി ഒഴിക്കുന്നതാണ് എന്താ? ടു ത്രോ കോൾഡ് വാട്ടർ ഓൺ എന്ന് പറയുന്നത്. ടു കാസ്റ്റ് പേൾസ് ബിഫോർ സ്വൈൻ. സ്വൈൻ എന്ന് പറയുന്ന പന്നികൾ. ആ പന്നികളുടെ മുന്നിൽ എന്താ? വളരെ വില പിടിപ്പുള്ള മുത്തുകൾ ഇങ്ങനെ വിതറിയിടുകയാണ്. ആ പന്നികൾക്ക് വല്ല മാറ്റവും ഉണ്ടോ? ഇല്ലല്ലോ. അതിങ്ങനെ മനസ്സിൽ നോക്കിയിട്ട് ഓടിക്കളയില്ലേ? അത് തന്നെയാണിത്. നമ്മളെന്താ ഒരു ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഒരാൾക്ക് പ്രസന്റ് ചെയ്യുന്നു, പക്ഷെ അയാൾ അതിനെ അക്നോളേജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അയാൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ഇഡിയം യൂസ് ചെയ്യുക. ആൻഡ് ഇവിടെ ടു ബി അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ. ടു ബി അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ എന്ന് പറയുന്ന അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇന്റൻസ് ഹോസ്റ്റിലിറ്റി, അത്രയും പ്രശ്നത്തിൽ നിൽക്കുക, ഒരു സ്റ്റേറ്റിൽ നിൽക്കുക, ഒരു സിറ്റുവേഷനിൽ നിൽക്കുക, അതിനെയാണ് നമ്മൾ ടു ബി അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ടു മേക്ക് എ മൗണ്ടെയിൻ ഔട്ട് ഓഫ് മോൾ ഹിൽ. നമ്മളോട് അപ്പനും അമ്മയും പറയുന്നുണ്ട്, ഞങ്ങൾ ആ കുന്നിറങ്ങി ആ പുഴ ചാടിക്കടന്ന് നീന്തിക്കയറി അതിന്റെ ഇടയിൽ മുതല കാല് കടിച്ചെടുത്തു, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സ്കൂളിലെത്തിയത് എന്നും പറഞ്ഞിട്ട് എന്താ ഒരു കുഞ്ഞു കാര്യത്തിന് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് എന്ത്? ടു മേക്ക് എ മൗണ്ടെയിൻ ഔട്ട് ഓഫ് മോൾ ഹിൽ എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇഡിയംസ് കണ്ടു, കുറച്ചധികം ഇഡിയംസ് കണ്ടു. ഇനി എന്ത് സെഗ്മെന്റ് വരും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താ നോക്കിക്കോ, ഇവിടെ എന്താ ജെൻഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. എന്താ മസ്കുലിൻ, ഫെമിനിൻ ജെൻഡേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വേർഡ് ഞാൻ എന്ത് ഫെമിനിൻ ജെൻഡർ ആരുടെ കണ്ടുപിടിക്കണം? ഡ്രേക്ക് എന്ന് പറയുന്ന ഈ ഒരു ആനിമലിന്റെ കണ്ടുപിടിക്കണം. അപ്പൊ ഡ്രേക്ക് എന്താണെന്ന് അറിയാവോ? മെയിൽ ഡക്കിനെയാണ് നമ്മൾ ഡ്രേക്ക് എന്ന് പറയുക. അപ്പൊ ഒബ്വിയസ്ലി അതിന്റെ ഫീമെയിൽ എന്തായിരിക്കും? ഡക്ക് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. ഗൂസ് എന്ന് പറയുന്നതിന്റെ എന്താണ്? ഗാൻഡർ. എന്താണ്? ഗാൻഡർ എന്നാണ് പറയുക. ഹെന്നാണെങ്കിലോ കോക്ക് അല്ലെങ്കിൽ റൂസ്റ്റർ. രാവിലെ ആകുമ്പോ കൊക്കര കോഴിക്കോന്ന് കൂവുന്ന റൂസ്റ്റർ. ഹാൻഡ് വിക്സൻ, അത് എന്തിന്റെ ഫീമെയിൽ ആണ്? ഫോക്സിന്റെ ഫീമെയിൽ ആണ് വിക്സൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും നോക്കാം. ചൂസ് ദ കറക്റ്റ് ജെൻഡർ ഫോർ മങ്ക്. മങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം സന്യാസി. അപ്പൊ സന്യാസിയുടെ ഫെമിനിൻ ജെൻഡർ ആണ് ചോദിക്കുന്നത്. നൺ ആണ് എന്ത്? ഇതിന്റെ ഫെമിനിൻ. മങ്ക്, നൺ, അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വിസേർഡ്. വിസേർഡ് എന്ന് പറയുന്ന വാക്കിന്റെ മന്ത്രവാദി, മെജിഷ്യൻ, അതൊക്കെ വരും. അതാണ് ഇതിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. അതിന്റെ ഫെമിനിൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വിച്ച്. എന്താണ്? വിച്ച് എന്നാണ് വിസേർഡിന്റെ ഫെമിനിൻ വരിക.
അപ്പൊ വി ഹാവ് എ കപ്പിൾ ഓഫ് എന്ത് ഫെമിനിൻ മസ്കുലിൻ ഫെമിനിൻ വേർഡ്സ്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോടാ. ആക്ടർ, ആക്ട്രസ്, ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം. ആക്ടർ, ആക്ട്രസ്. അടുത്തത് ബാച്ചുലർ, കല്യാണം കഴിക്കാത്ത ഒരു പുരുഷനെ ബാച്ചുലർ എന്ന് പറയുന്നു. അതേ സമയത്ത് സ്ത്രീ ആണെങ്കിലോ ബാച്ചുലറേറ്റ് എന്ന് പറയുന്നുണ്ട്. സ്പെല്ലിംഗ് നോക്കിക്കോണം. ആൻഡ് സ്പിൻസ്റ്റർ, എന്താണ് സ്പിൻസ്റ്റർ എന്നും പറയുന്നു. ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ്, കല്യാണ ചെറുക്കനും പെണ്ണും. അടുത്തത് ബ്രദർ, സിസ്റ്റർ, വി നോ ദാറ്റ്. ബുൾ, കൗ, കോക്ക്, ഹെൻ, കോൾട്ട്, ഫിൽ, ഡോഗ്, ബെച്ച്, ഡ്രേക്ക്, ഡക്ക്. റാപ്പ് പറയുന്ന പോലെ ഉണ്ടല്ലേ. അപ്പോ എന്താണ് ഇത്രയും നമ്മൾ കണ്ടു. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. നോക്കിക്കോ. ഫോക്സ്, വിക്സൺ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും കണ്ടായിരുന്നു അല്ലെ. അടുത്തത് ജെന്റിൽമാൻ, ലേഡി. നമ്മൾ പറയാറുണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് അക്നോളജ് ചെയ്യാറുണ്ട് അല്ലെ. ആ ഓപ്പോസിറ്റ് ജെൻഡേഴ്സിനെ പറയുന്നതാണ്. എയർ, എയറിസ്, എന്താണ് അവകാശി, അതാണ് പറയണത്. ഹീറോ, ഹീറോയിൻ. ഹോഴ്സ്, മേയർ, ഹോഴ്സ്, മേയർ. ഹസ്ബൻഡ്, വൈഫ്. കിങ്, ക്വീൻ. ചിലര് ക്വീനെ ക്യൂൻ എന്ന് പറയാറുണ്ട്. ഇറ്റ്സ് നോട്ട് ക്യൂൻ, ഇറ്റ്സ് ക്വീൻ. ഓക്കെ, മാറിപ്പോരുത് ഇനി. അടുത്തത് ലയൺ, ലയനസ്. ലോർഡ്, ലേഡി. ഓക്കെ, വലിയ ആൾക്കാരെ, അതായത് ഇപ്പോ ഇംഗ്ലീഷ് ലാൻഡിലൊക്കെ ഉള്ളവരെയൊക്കെ ഭയങ്കര ലോർഡ്, യെസ് ലോർഡ്, ലേഡി, മൈ ലേഡി എന്നൊക്കെ പറയുന്ന പോലെ. അടുത്തത് മങ്ക്, നൺ. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു മങ്കും നണ്ണും. നെഫ്യൂ, നീസ്, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യനിൽ വരാറുള്ളതാണ്. നെഫ്യൂവും നീസും. പീകോക്ക്, പീഹൻ. പ്രിൻസ്, പ്രിൻസസ്. പ്രോഫറ്റ്, പ്രോഫറ്റസ്. പ്രോഫറ്റ് നമുക്കറിയാം, വചനം എന്താ പ്രഘോഷിക്കുന്ന ഒരാളെ നമ്മൾ പ്രോഫറ്റ് എന്ന് പറയാറുണ്ട്. അതിന്റെ ഫെമിനിൻ ആണ് പ്രോഫറ്റസ്. റാം, ഏവ്. റൂസ്റ്റർ, ഹെൻ, നമ്മൾ കണ്ടു. കോക്ക്, ഹെൻ, റൂസ്റ്റർ, ഹെൻ, അത് തന്നെ. സൺ, ഡോട്ടർ. സ്റ്റാഗ്, ഹൈൻഡ് ഓർ ഡോ, അതൊരു ഡിയർ, അതിനെയാണ് പറയാ. സ്റ്റാഗ്, ഹൈൻഡ് ഓർ ഡോ, അതാണ് ഫെമിനിൻ വരിക. ഓക്കെ. അടുത്തത് സ്റ്റുവേർഡ്, സ്റ്റുവേർഡസ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ലോർഡ്, ലേഡി, അവരുടെയൊക്കെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെയാണ് നമ്മൾ സ്റ്റുവേർഡ് അല്ലെങ്കിൽ സ്റ്റുവേർഡസ് എന്ന് പറയുക. ടൈഗർ, ടൈഗ്രസ്. അങ്കിൾ, ഓണ്ട്. ഇറ്റ്സ് നോട്ട് ആന്റി, ഇറ്റ്സ് ഓണ്ട്. ഓക്കെ. വെയിറ്റർ, വെയിട്രസ്. വിസേർഡ്, വിച്ച്. അങ്ങനെ നമ്മൾ കുറെ മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത സെഗ്മെന്റിലോട്ട് നിങ്ങളെ വെൽക്കം ചെയ്യാണ്. അടുത്ത സെഗ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, ഇറ്റ് ഈസ് സിനോണിംസ്. സിനോണിമിലെ ഫസ്റ്റ് വേർഡ് നോക്കിയോ. യുബിക്വിറ്റസ്. അവിടെ പ്രൊനൗൺസിയേഷൻ നോക്കണം. യുബിക്വിറ്റസ് എന്നാണ് പറയുന്നത്. ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു മീനിങ് പറയാം. പ്രസന്റ് എവ്രിവെയർ എന്നാണ് ഈ ഒരു വാക്കിന്റെ മീനിങ് വരിക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള വാക്ക് ഇവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ സിനോണിം ആൻഡ് ആന്റോണിം നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഒരു എലിമിനേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് എല്ലാ ക്വസ്റ്റ്യനിലും എലിമിനേഷൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, അർത്ഥം അറിഞ്ഞിരിക്കണം, അത് വേറെ കാര്യം. ഇപ്പൊ എലിമിനേഷൻ മെത്തേഡ് ആണെങ്കിൽ ഇതാ നോക്കിയോ. ഇവിടെ പ്രസന്റ് എവ്രിവെയർ എന്ന് പറയുന്ന ആ ഒരു ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ഇവിടെ റെയർ അല്ല, സീക്രട്ട് അല്ല, ടെമ്പററി അല്ല. കാര്യം ഇവർക്കൊക്കെ ഒരേ മീനിങ് വരുന്നുണ്ട്. റെയർ വളരെ ചുരുക്കം, ടെമ്പററി വല്ലപ്പോഴും, ആൻഡ് സീക്രട്ട് പുറത്ത് പറയാത്ത. അപ്പൊ അതിനൊക്കെ ഏകദേശം ഒരേ മീനിങ് വരുന്നുണ്ട്. അപ്പൊ അടുത്തതോ ഒംനി പ്രസന്റ് എന്ന് പറയുന്നതാണ് അവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. അപ്പൊ ഇതുപോലെ എലിമിനേഷൻ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലും നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. പ്രിക്കോറിയസ്, പ്രിക്കോഷൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇവിടെ സേഫ്, സെക്യൂർ, അൺസ്റ്റേബിൾ, പെർമനന്റ്. അപ്പൊ സേഫും സെക്യൂറും ഒരേ മീനിങ് ആണ്. പെർമനന്റ് ആയാലും ഓക്കെ, ഏകദേശം ഒരേ മീനിങ് ആണ്. അപ്പൊ എന്ത് വരും? അൺസ്റ്റേബിൾ എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരിക. ആൻഡ് ദ നെക്സ്റ്റ് വൺ റെസിലിയന്റ്. റെസിലിയന്റ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥമായിട്ട് വരുന്നത് ഏബിൾ ടു റിക്കവർ. ഓക്കെ, ഏബിൾ ടു റിക്കവർ എന്ന് പറയുന്നതാണ് ആ ഒരു വാക്കിന്റെ അർത്ഥമായിട്ട് വരിക. അപ്പൊ വീക്ക് അല്ല, പിന്നെ ഫ്രാജൈൽ അല്ല, ബ്രിട്ടിൽ അല്ല. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകുന്ന എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? ഫ്ലെക്സിബിൾ എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു വാക്കിന്റെ അർത്ഥം. നെക്സ്റ്റ് വൺ അബാൻഡൻ. അബാൻഡൻ എന്ന് പറയുന്നത് ഉപേക്ഷിച്ചു പോവുക, ടു ബി ഡെസേർട്ടഡ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ മെയിൻറ്റെയിൻ, അഡോർ, കൺസ്ട്രക്ട് ഒന്നുമല്ല നമുക്കറിയാം, മറിച്ച് ഫോർസേക്കൺ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വേർഡ് നോക്കിയോ. ഫ്രഗിൾ. ഫ്രഗിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം റിസോഴ്സസ്, നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളെ നല്ല രീതിയിൽ വൈസ്ലി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രഗിൾ എന്ന് പറയുക. ജനറസ് അല്ല, എക്സ്ട്രാവാഗന്റ് അല്ല, ലാവിഷ് അല്ല. അപ്പൊ മറിച്ച് എക്കണോമിക്കൽ. എക്കണോമിക്കൽ എന്നാണ് ആ ഒരു വാക്കിന്റെ സിനോണിം വരിക. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സിനോണിംസ് എന്റെ കയ്യിലുണ്ട്, ഏകദേശം നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ള. ആദ്യം തന്നെ നോക്കാം, എബേറ്റ്. എബേറ്റ് എന്ന് പറയുന്നതിന്റെ സിനോണമായിട്ട് ലെസൺ എന്നാണ് വരിക, അതായത് വളരെ കുറച്ച്. A storm began to lessen after midnight, അല്ലെങ്കിൽ abate after midnight. അടുത്തത് admonish. admonish എന്ന് പറയുന്നതിന്റെ
വാൺ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരിക. ദ ടീച്ചർ അഡ്മോണിഷ് ദ സ്റ്റുഡൻസ് ഫോർ ബീയിങ് ലേറ്റ്. താമസിച്ചു വന്നതിന് അവരെ വാൺ ചെയ്തു, അതാണ് അഡ്മോണിഷ് ചെയ്തു. എലിവിയേറ്റ് അല്ലെങ്കിൽ റിലീവ് എന്നാണ് നമ്മൾ പറയുന്നത്. നോക്കുകയാണെങ്കിൽ ദ മെഡിസിൻ ഹെൽപ്ഡ് എലിവിയേറ്റ് ദ പെയിൻ. ആ പെയിൻ റിലീവ് ചെയ്യാൻ, പെയിൻ ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിച്ചു, അതാണ് എലിവിയേറ്റ് എന്ന് പറയുന്നത്. ബെലിജറന്റ് എന്ന് പറയുന്നത് അഗ്രസീവ്, എന്താണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. ഹിസ് ബെലിജറന്റ് ആറ്റിറ്റ്യൂഡ് കോസ്റ്റ് മെനി ആർഗ്യുമെന്റ്. അവന്റെ ആ ഒരു ദേഷ്യം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബെറേറ്റ്, അതായത് വഴക്ക് പറയുക, സ്കോൾഡ് ചെയ്യുക. ദ കോച്ച് ബെറേറ്റഡ് ദ പ്ലേയേഴ്സ് ഫോർ ദെയർ പുവർ പെർഫോമൻസ്. ഓക്കെ, അടുത്തത് കാൻഡിഡ് എന്ന് പറയുന്നത് എന്താണ്? ഓണസ്റ്റ്. നമുക്ക് കാൻഡിഡ് എങ്ങനെ അറിയാം? ഫോട്ടോ എടുക്കും ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതിനാണ് നമ്മൾ കാൻഡിഡ് പറയുക. പക്ഷെ ഇവിടെ എന്താണ്? കാൻഡിഡ് എന്ന് പറയുന്നത് ഓണസ്റ്റ് എന്നാണ് അർത്ഥം വരിക. ഐ അപ്രിഷിയേറ്റഡ് ഹിസ് കാൻഡിഡ് പെർഫോമൻസ്. അവന്റെ ഓണസ്റ്റ് പെർഫോമൻസിനെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്തു എന്നാണ്. കാപ്രിഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? അൺപ്രഡിക്റ്റബിൾ. ഈ ദിവസങ്ങളിൽ വളരെയധികം അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ കാപ്രിഷ്യസ് ആയിട്ടുള്ള വെതർ ആണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അത് തന്നെയാണ് ദ വെതർ ഇൻ ദ ഹിൽസ് ഇസ് ഓഫൻ കാപ്രിഷ്യസ് എന്ന് പറയുന്നത്, അൺപ്രഡിക്റ്റബിൾ. ക്രോണിക് എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് എന്നാണ് അതിന്റെ അർത്ഥം വരിക. ക്രോണിക് എന്ന് പറയുന്നത് ഒത്തിരി അധികം എന്താ വേദന, അങ്ങ് അക്യൂട്ട് എന്ന് പറയുന്നതും അതിന്റെ സിനോണിമായിട്ട് വരാറുണ്ട്. ഹി സഫേഴ്സ് ഫ്രം ക്രോണിക് ബാക്ക് പെയിൻ എന്ന് പറയുന്നുണ്ട്, അല്ലെ? അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, ഡെഫറൻസ്. ഡെഫറൻസ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് അല്ല, ഡെഫറൻസ്. സ്പെല്ലിംഗ് നോക്കിക്കോണേ. അപ്പോൾ റെസ്പെക്ട് എന്നാണ് അർത്ഥം വരിക, ബഹുമാനം എന്നാണ് അർത്ഥം വരിക. ഹി ഷോഡ് ഡെഫറൻസ് ടു ഹിസ് എൽഡേഴ്സ്. സ്പെല്ലിംഗ് നോക്കണം. അപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരേപോലെ ആയിരിക്കും സൗണ്ട് വരിക, കേൾക്കുമ്പോൾ ഒരേപോലെ, പക്ഷെ സ്പെല്ലിംഗ് വ്യത്യാസം, മീനിങ്ങും വ്യത്യാസം. അപ്പൊ നോക്കി വെക്കാം. ഡിഫിയന്റ്, അതായത് അനുസരിക്കാത്ത. ഡിസൊബീഡിയന്റ്. ദ ചൈൽഡ് ഗിവ് എ ഡിഫിയന്റ് ലുക്ക് ടു ദ ടീച്ചർ. ഞാൻ അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്ന ഒരു നോട്ടം, അതാണ്. ഡിസ്ക്രിപ്പൻസി, അതായത് ഇൻകൺസിസ്റ്റൻസി, അതായത് എല്ലാ ദിവസവും ചെയ്യില്ല, മുടക്കം വരുത്തും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുക. ദർ ഇസ് എ ഡിസ്ക്രിപ്പിയൻസ് ഇൻ ദി അക്കൗണ്ട്സ്. എന്തോ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്മെൽ, ഇത് നോക്കി വെക്കുക. ഗ്ലൂമി എന്നാണ് അർത്ഥം. ആ ഒരു സാഡ്നെസ് എന്നാണ് ഡിസ്മെൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമായിട്ട് വരിക, അല്ലെങ്കിൽ ആ ഒരു ഡൾനെസ്. ദ വെദർ വാസ് ഡിസ്മെൽ ഓൾ വീക്കെൻഡ്. വെദർ ഭയങ്കര ഡൾ ആയിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുക. അതേസമയത്ത് ഒരു ഹ്യൂമൻ ഫീച്ചർ ആണെങ്കിൽ ആ ഒരു സാഡ്നെസ് ആയിരിക്കും ഇവിടെ പറയുക. ആൻഡ് ഫോൾട്ടർ, അതായത് ഹെസിറ്റേറ്റ്. ഓക്കെ, ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു പരിങ്ങൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷീ ഡിഡ് നോട്ട് ഫോൾട്ടർ ഇൻ ഹർ ഡിറ്റർമിനേഷൻ. അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ പഠിക്കാനുള്ള ഒരു ഡിറ്റർമിനേഷനിൽ നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്തില്ല, നമ്മൾ ഫോൾട്ടർ ചെയ്തില്ല. അടുത്തത് ഫ്യൂട്ടൈൽ എന്ന് പറയുന്നത് എന്താ? യൂസ്ലെസ് ആയിട്ടുള്ള, വെറുതെ സമയം കളയുക. ഓൾ ഓഫ് അവർ എഫേർട്സ് ടു സേവ് ദ ക്രോപ്പ് പ്രൂവ്ഡ് ഫ്യൂട്ടൈൽ. ഫ്യൂട്ടൈൽ എന്ന് പറയുന്നത് എന്താണ്? യൂസ്ലെസ് ആയി പോയി, അതാണ്. ഗ്രിഗേറിയസ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യബിൾ ആയിരിക്കുക, എല്ലാവരുമായിട്ട് സോഷ്യബിൾ ആയിരിക്കുക. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ് ഇസ് എ സോഷ്യബിൾ ആനിമൽ, അതല്ലേ? അപ്പൊ ഇവിടെ ഹീസ് എ ഗ്രിഗേറിയസ് പേഴ്സൺ ഹു ലവ്സ് പാർട്ടീസ്. ആ ഒരു പേഴ്സന്റെ ക്വാളിറ്റി പറയാണ്, അല്ലെ? അടുത്തത് ഇമ്മിനന്റ്. ഇമ്മിനന്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്രോച്ചിങ് എന്നാണ് പറയുക, അതായത് വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ ഉദ്ദേശിക്കും. A storm is imminent, we must take shelter. വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്റ്റോം, ആ ഒരു ആഗമനം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇൻകോഗ്നിറ്റോ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഇതിന്റെ മീനിങ് എന്താണെന്ന്. ഇൻകോഗ്നിറ്റോ, ഡിസ്ഗൈസ്ഡ്, ആൾമാറാട്ടം ചെയ്യുക, അല്ലെ? ഓക്കെ, ദ സെലിബ്രിറ്റി അറൈവ്ഡ് ഇൻകോഗ്നിറ്റോ ടു അവോയ്ഡ് ദ പ്രസ്. അപ്പൊ എന്താ? ആൾമാറാട്ടത്തെയാണ് ഇൻകോഗ്നിറ്റോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻസിപ്പിഡ്. ഇൻസിപ്പിഡ് എന്ന് പറയുന്നത് എന്താ? ഡൾ ആയിട്ടിരിക്കുക, ഗ്ലൂമി ആയിട്ടിരിക്കുക. ദ മൂവി വാസ് ഇൻസിപ്പിഡ് ആൻഡ് ബോറിംഗ്. ഭയങ്കര ഡൾ ആയിരുന്നു, അതാണ് ഉദ്ദേശിക്കുക. ലൂസിഡ്, ഭയങ്കര ക്ലാരിറ്റി ഉള്ള, ക്ലിയർ ഉള്ള, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂസിഡ് എന്ന് പറയുന്നത്. ഹർ എക്സ്പ്ലനേഷൻ വാസ് ക്ലിയർ അല്ലെങ്കിൽ ലൂസിഡ് ആൻഡ് ഈസി ടു ഫോളോ. മെറ്റിക്കുലസ് എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം കെയർഫുൾ, സൂക്ഷ്മയുള്ള. ഹി ഈസ് എ മെറ്റിക്കുലസ് ഇൻ ഹിസ് അക്കൗണ്ടിങ് വർക്ക്. അവൻ വളരെ ക്ലിയർ അല്ലെങ്കിൽ ഭയങ്കര എന്താ കെയർഫുൾ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒബ്സലേറ്റ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ്, അതൊക്കെ പണ്ടേ നടന്ന സംഭവമാണ്, അതൊക്കെ ഇപ്പൊ പറയണം, അല്ലെങ്കിൽ അതൊക്കെ ട്രെൻഡ് കഴിഞ്ഞു പോയതാണെന്നൊക്കെ പറയുന്നത് പോലെ. ടൈപ്പ് റൈറ്റേഴ്സ് ആർ നൗ കൺസിഡേർഡ് ഒബ്സലേറ്റ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാഷൻ അല്ലെങ്കിൽ മൂവി ഒക്കെ പറയുമ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. അതിന് പകരം ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റിയ വാക്ക് ഏതാ? ഒബ്സലേറ്റ് എന്ന് പറയുന്ന വാക്കാണ്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ റീബ്യൂക്ക്. റീബ്യൂക്ക് എന്ന് പറയുന്നത് ക്രിട്ടിസൈസ് ചെയ്യുക, ഒരാളെ
കുറ്റം പറയുക എന്ന് പറയുന്നതാണ് റിബ്യൂക്ക് എന്ന് പറയുന്നത്. ദ പ്രിൻസിപ്പൽ റിബ്യൂക്ഡ് ദ സ്റ്റുഡന്റ് ഫോർ മിസ്കണ്ടക്ട്. ആ ഒരു എന്തൊക്കെയോ തൊട്ടിത്തരം ചെയ്തു, അതിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ എന്തോ അവരെ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തു അല്ലെങ്കിൽ റിബ്യൂക്ക് ചെയ്തു. റെസിലിയന്റ് എന്ന് പറയുന്നത് എന്താണ്? ടഫ്. ടഫ് എന്ന് പറയുന്ന ആ ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. ഷീസ് എ റെസിലിയന്റ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. അപ്പൊ അവളുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്, അവളുടെ ഒരു ടഫ് ഫീച്ചർ ആണ് അവിടെ പറയുന്നത്. സ്പ്യൂറിയസ്. സ്പ്യൂറിയസ് എന്ന് പറയുന്നത് എന്താ? തെറ്റ് അല്ലെങ്കിൽ ഫോൾസ് എന്നാണ് അർത്ഥം വരിക. ഹി ഗേവ് എ സ്പ്യൂറിയസ് എക്സ്ക്യൂസ് ഫോർ ബീയിങ് ലേറ്റ്. തെറ്റായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് പറയുക, അങ്ങനെ. വിജിലന്റ് എന്താണ്? എപ്പോഴും ഇങ്ങനെ കാകദൃഷ്ടി എന്ന് നമ്മൾ പറയാറുണ്ട്. ഭയങ്കര വിജിലന്റ് ആണ്, അതായത് എപ്പോ എന്ത് എവിടെ വീഴുന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക, അതാണ് വാച്ച്ഫുൾ എന്ന് പറയുന്നത്. ദ ഗാർഡ്സ് റിമൈൻഡ് വിജിലന്റ് ത്രൂ ദ നൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സിനോണിംസ് കണ്ടു. അപ്പൊ കുറച്ച് ആന്റോണിം നമുക്ക് കാണണ്ടേ, അതിനൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കണ്ടേ. അപ്പൊ ഇവിടെ എന്റെ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡോക്ടൈൽ എന്ന് പറയുന്ന വാക്കാണ്. ഡോക്ടൈൽ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ആയിട്ട് വരുന്നത് ഈസിലി മാനേജ്ഡ് എന്നാണ്. ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുക എന്നാണ് ഡോക്ടൈൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വരിക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താ വരിക? സബ്മിസീവ്, ടേം, സ്റ്റബേൺ, ഒബീഡിയന്റ്. അപ്പൊ ഇവിടെയും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഞാൻ നോക്കുമ്പോൾ സബ്മിസീവ്, ടേം, ഒബീഡിയന്റ് ഇത് വന്നിട്ട് എന്താണ്? ഒരേ മീനിങ് വരുന്ന ഒരു കൂട്ടം വേർഡ്സ് ആണ്. അപ്പൊ അവിടെ എന്ത് തന്നെ ആയിരിക്കും? സ്റ്റബേൺ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും എന്റെ ഉത്തരമായിട്ട് വരിക. ആൻഡ് ദ ആൻസർ ഇസ് സി. അടുത്ത നോക്കുകയാണെങ്കിൽ ഏമിയബിൾ. ഏമിയബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെ ആയിരിക്കും? ഹോസ്റ്റൈൽ, കൈൻഡ്, ജെന്റിൽ, എഫിയബിൾ. അപ്പൊ ഇതിനകത്ത് എന്താണ്? ഹോസ്റ്റൈൽ എന്ന് പറയുന്നതാണ് ഏമിയബിളിന്റെ ആന്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ലെനിയന്റ്. ഓക്കെ, അതിനകത്ത് നോട്ട് ഹാർഷ് അല്ലെങ്കിൽ ഹാർഷ് അല്ലാത്ത എന്നാണ് അവിടെ മീനിങ് വരിക. അപ്പൊ നമ്മൾ ഹാർഷ് അല്ലാത്ത എന്താണ്? ഹാർഷ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ബി, ഹാർഷ് ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുമ്പോൾ ഇമാക്കുലേറ്റ്. എന്താണ് ഇമാക്കുലേറ്റ് എന്ന് പറയുന്നത്? ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള, വൈറ്റ് ആയിട്ടുള്ള ഒരു തന്നെ ഭയങ്കര പ്യൂരിറ്റി, അതാണ് ഇമാക്കുലേറ്റ് എന്ന് മീൻ ചെയ്യുക. അപ്പൊ ഇവിടെ ഫിൽത്തി, എലിഗന്റ്, ഫ്രാഗൈൽ, എലിക്വന്റ് എന്ന് പറയുന്ന ഈ മൂന്ന് വാക്കുകൾ എടുത്ത് നോക്കിയാലും എന്താണ്? അർത്ഥം ഒരേപോലെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുക, ഫിൽത്തി, അഴുക്ക് പിടിച്ച. അപ്പൊ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഇമാക്കുലേറ്റിന്റെ ഫിൽത്തി ആണ് ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കിക്കോ, എബ്സ്ക്യൂർ. എന്താണ്? എബ്സ്ക്യൂർ എന്നാണ് വരുന്നത്. എബ്സ്ക്യൂർ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ക്ലിയർ, ക്ലിയർ അല്ലാത്ത, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത എന്നാണ് എബ്സ്ക്യൂർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥമുള്ള ഒരു വാക്ക് ഇവിടെ ഉണ്ട്. ഇതാ നോക്കുമ്പോ എന്താണ്? നമ്മൾ നേരത്തെ കണ്ട ലൂസിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. ക്ലിയർ ആൻഡ് എന്താ പറയാ, ക്ലിയർ എന്ന് പറയുന്നതാണ് ലൂസിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഒബ്സ്ക്യൂറിന്റെ ആന്റോണിം എന്താണ്? ലൂസിഡ്. സോ എന്റെ കയ്യിൽ കുറച്ച് ആന്റോണിംസ് ഉണ്ട്, ഒരു സെറ്റ് ഓഫ് ആന്റോണിംസ്, അതും കൂടെ നോക്കിയിട്ട് നമുക്ക് പോവാം. നോക്കിക്കോ, അഡ്വേഴ്സിറ്റി. എന്താണ്? അഡ്വേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താ? ഭയങ്കര താഴ്ന്നിരിക്കുന്ന ഒരവസ്ഥ, പുവർ ആയിട്ടുള്ള ഒരു അവസ്ഥ. അതിന്റെ ആന്റോണിം എന്തോന്നായിരിക്കും? പ്രോസ്പെരിറ്റി ആയിരിക്കും അതിന്റെ, അല്ലെങ്കിൽ റിച്ച്, അബണ്ടൻസ്, അതൊക്കെ ആയിരിക്കും എന്ത്? ആ വാക്കിന്റെ ആന്റോണിം എന്ന് പറയുന്നത്. ഇവിടെ ഡെസ്പൈറ്റ് അഡ്വേഴ്സിറ്റി ഷീ അച്ചീവ്ഡ് പ്രോസ്പെരിറ്റി. രണ്ട് വാക്കുകൾ ഒരുമിച്ച് വന്നല്ലേ. അപ്പൊ എന്താണ്? ആ ഒരു അഡ്വേഴ്സിറ്റി, ആ ഒരു ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷനിലും അവൾ എന്ത് അച്ചീവ് ചെയ്തു? പ്രോസ്പെരിറ്റി അച്ചീവ് ചെയ്തു. അലൈ, എനിമി. അലൈ എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണ്. അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് എന്താ? എനിമി എന്ന് പറയുന്നത്. ഇൻ വാർ ആൻ അലൈ ടുഡേ കുഡ് ബി ആൻ എനിമി ടുമോറോ. ഇന്നത്തെ സുഹൃത്ത് നാളത്തെ എന്ത്? എനിമി ആകാം. എപ്പോ? ഒരു വാറില്. അടുത്തത് ബാർബാറിക്. അതിന്റെ ആന്റോണിമസ് സിവിലൈസ്ഡ്. ബാർബാറിക് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഫിൽതി ആയിട്ടുള്ള, ഭയങ്കര പൂവർ ആയിട്ടുള്ളതിനെയാണ് ബാർബാറിക് എന്ന് പറയുക. അതേസമയം ഭയങ്കര സ്റ്റാൻഡേർഡ്, ഫോർമൽ, അതിനെയാണ് നമ്മൾ സിവിലൈസ്ഡ് എന്ന് പറയുക. ദ പണിഷ്മെന്റ് വാസ് കൺസിഡേർഡ് ബാർബാറിക് ബൈ സിവിലൈസ്ഡ് നേഷൻസ് എന്നാണ് അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ കയ്യിലുള്ളത്. അടുത്ത നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, കൺകർ. കൺകർ എന്ന് പറയുന്നതിന്റെ എന്ത് ഓപ്പോസിറ്റ് ആണ്? എന്ത്? ഡിസ്എഗ്രി. അപ്പൊ ഇതെന്തോന്നായിരിക്കും? എഗ്രി ആയിരിക്കും അല്ലെ. അടുത്തത് ഐ കൺകർ വിത്ത് യുവർ പോയിന്റ്. ഐ എഗ്രി വിത്ത് യുവർ പോയിന്റ് സോ അതേഴ്സ് മേ ഡിസ്എഗ്രി. അപ്പൊ ബാക്കിയുള്ളവർ ഡിസ്എഗ്രി ചെയ്താലും ഐ കൺകർ മീൻസ് ഐ എഗ്രി വിത്ത് യുവർ പോയിന്റ്. കൺടെംപ്റ്റ് എന്ന് പറയാണ്. കൺടെംപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറസ്പെക്ട് അല്ലെങ്കിൽ നോട്ട് റെസ്പെക്ട്ഫുൾ, അതാണ്. അപ്പൊ അതിന്റെ എന്താ ഓപ്പോസിറ്റ്? ഓഫ് കോഴ്സ് എന്താ? റെസ്പെക്ട് ആണ് അല്ലെ. ഹി സ്പോക്ക് വിത്ത് കൺടെംപ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് റെസ്പെക്ട്. ഒരു മര്യാദയില്ലാതെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുക. ക്രെഡിബിൾ. ക്രെഡിബിൾ എന്ന് പറയുന്നത് എന്താണ്?
അതിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? അൺബിലീവബിൾ എന്നാണ് അതിന്റെ ഓപ്പോസിറ്റ് വരിക. ഹിസ് alibi was credible, hers was unbelievable. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോ. ഡെഫി, ഒബൈ. ഡെഫി എന്ന് പറയുന്നത് എന്താണ്? അനുസരിക്കാത്ത. അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെയായിരിക്കും? അനുസരിക്കുന്ന. ടു ഒബേ, അത് തന്നെയായിരിക്കും. സോൾജേഴ്സ് മസ്റ്റ് ഒബൈ നോട്ട് ഡിഫൈ ഓർഡേഴ്സ് എന്നാണ് അതിന്റെ എക്സാമ്പിൾ വരിക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെറ്റീരിയോറേറ്റ്. ഡെറ്റീരിയോറേറ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? ടു ഇംപ്രൂവ്, അത് മെച്ചപ്പെടുത്തുക അല്ലെ, ടു ഇംപ്രൂവ്. ഹിസ് ഹെൽത്ത് ഡിറ്റീരിയോറേറ്റഡ്, എന്താണ്? ഭയങ്കരമായിട്ടും താഴ്ന്നുകൊണ്ടേയിരുന്നു, മെച്ചപ്പെട്ടില്ല. ഡെസ്പൈറ്റ് അറ്റംപ്റ്റ്സ് ടു ഇംപ്രൂവ് ഇറ്റ്, അപ്പൊ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കിയിട്ടും പറ്റിയില്ല, അതാണ് ഉദ്ദേശിച്ചത്. ഡെസ്പയർ, ഗ്യാദർ, അതിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? ഗ്യാദർ എന്നാണ് വരിക. ദ ക്രൗഡ് ഡെസ്പയർഡ് ആഫ്റ്റർ ദ റാലി, എന്താ? പിരിഞ്ഞുപോയി, അതാണ് അവിടെ ഉദ്ദേശിക്കുക, പിരിഞ്ഞു പോവുക. നെക്സ്റ്റ് വൺ നോക്കിയോ. ഡ്യൂബിയസ്. ഡ്യൂബിയസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺസർട്ടൺ ആയിട്ടുള്ള, ഒരു അറിയാൻ പറ്റാത്ത, ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത, അതിനെയാണ് നമ്മൾ ഡ്യൂബിയസ് എന്ന് പറയുക. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സർട്ടൺ എന്ന് പറയുന്നതാണ് അതിന്റെ ഓപ്പോസിറ്റ്. ഹർ മോട്ടീവ്സ് വെർ ഡ്യൂബിയസ് അൺലൈക്ക് ഹിസ് സർട്ടൺ ഇന്റൻഷൻ എന്ന് പറയുന്നത്. എലേറ്റഡ്. എലേറ്റഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അതേ സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സോറോ, സാഡ്, ഡിപ്രസ്ഡ്, അതൊക്കെയാണ് അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എൻഡോഴ്സ്. എൻഡോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ടു എഗ്രി വിത്ത് എന്നാണ് അത് ഉദ്ദേശിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ടു ഒപ്പോസ്, എന്താണ്? എഗ്രി ചെയ്യാതിരിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇംപാർഷ്യൽ. ഇംപാർഷ്യൽ എന്ന് പറയുന്നത് പാർഷ്യൽ അല്ലാത്ത. അതേസമയം നമ്മുടെ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പാർഷ്യൽ ആയ അല്ലെങ്കിൽ ബയസ്ഡ്. പാർഷ്യൽ അല്ലെങ്കിൽ ബയസ്ഡ് എന്നായിരിക്കും അതിന്റെ ആന്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരിക. നെക്സ്റ്റ് വൺ ഇൻഡിജീനിയസ്, അതായത് നമ്മുടെ സ്വന്തം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് ഫോറിൻ അല്ലെങ്കിൽ ഏലിയൻ എന്നൊക്കെയാണ് അതിന്റെ ഓപ്പോസിറ്റ് വരിക. ദ ഇൻഡിജീനിയസ് ആർട്ട് ഡിഫേഴ്സ് ഫ്രം ഫോറിൻ സ്റ്റൈൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻട്രിക്കേറ്റ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള. ഇൻട്രിക്കേറ്റ് അതിന്റെ സിനോണിം എന്തായിരിക്കും? കോംപ്ലിക്കേറ്റ് ആയിരിക്കും വരിക. പക്ഷെ അതിന്റെ ആന്റോണിം എന്താണ്? സിമ്പിൾ. എന്താണ്? സിമ്പിൾ, വളരെ ലളിതം ആയിട്ടുള്ളത്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒപ്റ്റിമിസ്റ്റ്, പെസിമിസ്റ്റ്. ഞാൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഒപ്റ്റിമിസ്റ്റ് എന്താണ്, പെസിമിസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് ഓർത്തെടുക്കുക. പെരൽ എന്ന് പറയുന്നത് എന്താണ്? ഡേഞ്ചർ ആയിട്ടുള്ള. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സേഫ്റ്റി. നെക്സ്റ്റ് വൺ പ്രോസ്പെരിറ്റി. നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് എന്താ? ഭയങ്കര അധികം ലാവിഷ് അല്ലെങ്കിൽ അബണ്ടൻസ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് എന്താ? പോവർട്ടി എന്ന് പറയുന്നത്. റിലക്റ്റന്റ്. റിലക്റ്റന്റ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വില്ലിങ് എന്ന് പറയുന്നതായിരിക്കും. റിലക്റ്റന്റിന്റെ എന്താ മീനിങ് എന്ന് പറയുന്നത്? വാശി എന്നാണ്, സ്റ്റബേൺ ആണ് അതിന്റെ മീനിങ് വരിക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ വരാം, കൂടെ വരാം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാതെ വില്ലിങ്, അതിനെയാണ് നമ്മൾ എന്താ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ആന്റോണിംസ് കണ്ടു. ഇനി ഒരു ലാസ്റ്റ് സെക്ഷൻ കൂടി, അതും കൂടെ കണ്ടിട്ട് നമുക്ക് അങ്ങ് പിരിയാം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഇൻകറക്റ്റ് സ്പെല്ലിങ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ വാക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അക്കോമഡേറ്റ്. അക്കോമഡേറ്റ് എന്ന് പറയുന്ന വാക്കാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, അക്കോമഡേറ്റിന് 2 സിയും 2 എമ്മും ഉണ്ട്. 2 സിയും 2 എമ്മും ഉള്ളത് ആർക്കാണ്? ബിക്കാണ്, അക്കോമഡേറ്റ്. ആൻഡ് അതുപോലെ ഇവിടെ കൺസൈൻസ്. കൺസൈൻസ് എന്ന് പറയുന്നതിനകത്ത് സയൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കൺസൈൻസിൽ സയൻസ് ഉണ്ടോ? നീയാണ് കറക്റ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വന്ന് നോക്കിയോ. സെപ്പറേറ്റ്. എന്താണ് സെപ്പറേറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ പറയുമ്പോൾ സെപ്പറേറ്റ്, റേറ്റ് എന്നൊക്കെ പറഞ്ഞു നോക്കും. പക്ഷെ നമ്മുടെ സ്പെല്ലിങ്ങിൽ എങ്ങനെയാണ്? PARATE എന്നാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ബി എന്ന് പറയുന്നതാണ് സെപ്പറേറ്റ് എന്ന് പറയുന്നതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. ഓക്കെ അല്ലേ? ആൻഡ് നെസസറി. നെസസറിക്ക് 2 സി ആണോ 2 എസ് ആണോ 1 സി ആണോ 2 എസ് ആണോ? ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലേ. എപ്പോഴും ഓർത്തോ, നമ്മുടെ നേരത്തെ അക്കോമഡേറ്റിൽ പറഞ്ഞതുപോലെ ഇവിടെ 1 സിയും 2 എസും ആണ് വരിക. 1 സിയും 2 എസും വരുന്ന ആർക്കാണത്? സിക്കാണ് നെസസറി എന്ന് പറയുന്നതിന്റെ സ്പെല്ലിങ് നോക്കി വെച്ചോളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലെ കൺഫ്യൂസ്ഡ് ആവുന്ന കുറച്ച് വാക്കുകളും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കരുത്. നിങ്ങൾക്ക് അതിന്റെ എന്താ പറയാ, അത് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അക്നോളജ്മെന്റ്. അക്നോളജ്മെന്റിന്റെ സ്പെല്ലിംഗ് എപ്പോഴും നോക്കി വെക്കുക. അതെ, ഇവിടെ മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ഈ സി ചിലപ്പോൾ നിങ്ങൾ ഓർക്കില്ല, പക്ഷെ അവിടെ എന്താണ്? ആ അക്നോളജ്മെന്റിൽ സി ഉണ്ട്. ഓക്കെ, മറക്കരുത്. അതുപോലെ തന്നെ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റിനകത്ത് എന്താണ്? GUE എന്ന് പറയുന്ന സാധനം ഇല്ല, മറിച്ച് GU എന്ന് പറയുന്നതേ ഉള്ളൂ. അടുത്തത് ബിഗിനിങ്. ബിഗിനിങ്ങിനകത്ത് 2 N ഉണ്ട്, മറക്കരുത്, 2 N ഉണ്ട്.
ബിലീവിലാണെങ്കിലോ LIE ആ വരുന്നത്. EI അല്ല, LIE ആണ് വരുന്നത്. അടുത്ത് എപ്പോഴും തെറ്റിപ്പോകുന്ന, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കാലണ്ടർ. നമ്മൾ പറയുമ്പോൾ DER എന്ന് നമ്മൾ എഴുതും, പക്ഷെ എങ്ങനെയാണ്? DAR ആണ് കാലണ്ടറിന് വരിക. അടുത്തത് ചേഞ്ചബിൾ. നമ്മൾ പറയുമ്പോൾ എന്താ? ചേഞ്ചബിൾ, GABLE, ചേഞ്ചബിൾ. പക്ഷെ അങ്ങനെയല്ല, GEABLE എന്നാണ് അതിന്റെ സ്പെല്ലിങ് വരിക. അടുത്തത് കോളം. കോളം അതും നോക്കി വെക്കുക, 2 L ഇല്ല, ആൻഡ് ഇടയിൽ ഒരു MN എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് അതും കൂടി നമ്മൾ എപ്പോഴും മാറിപ്പോകുന്ന ഒരു സാധനമാണ്, നോക്കി വെക്കുക. നെക്സ്റ്റ് വൺ, കമ്മിറ്റഡ്. കമ്മിറ്റഡ് ആയിട്ടുള്ളവരൊന്നും ആ ഒരു ഇതിന്റെ സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കത്തില്ല, കറക്റ്റ് ആയിട്ട് എഴുതത്തുള്ളൂ. കമ്മിറ്റഡ് 2 M ഉണ്ട്, 2 T ഉണ്ട്, കാര്യം അവർ രണ്ടുപേരും കമ്മിറ്റഡ് ആണല്ലോ, അതുകൊണ്ട്. കൺസെൻസസ്. കൺസെൻസസിനകത്ത് എപ്പോഴും ഇവിടെ S ആണ് വരിക, C അല്ല എന്ന് ആലോചിക്കുക. എംബാരസ് 2 Rഉം 2 S ഉണ്ട്. ഓൺട്രപ്രീനിയർ നമ്മൾ പറയുമ്പോൾ എന്താണ്? ഓൺട്രപ്രീനിയർ എന്ന് പറയുന്നുണ്ട്, പക്ഷെ സ്പെല്ലിംഗ് നോക്കിയോ, എന്റർപ്രീനിയർ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് അല്ലെ, പക്ഷെ ഓൺട്രപ്രീനിയർ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ സ്പെല്ലിംഗ് നോക്കിയോ, TREPRE NEUR എന്നാണ് അതിന്റെ സ്പെല്ലിംഗ് വരിക. എൻവിയോൺമെന്റ് അതെങ്ങനെ ആലോചിക്കണം? എൻവിറോൺമെന്റ് അങ്ങനെ ആലോചിച്ചാൽ മതി, അപ്പൊ തന്നെ അതിന്റെ സ്പെല്ലിംഗ് കിട്ടും. അടുത്ത നോക്കിയോ, എക്സാജുറേറ്റ്. അതാണ് അതിന്റെ നമ്മുടെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാജുറേറ്റ്, ആ 2 G ഇടാനായിട്ട് നിങ്ങൾ മറക്കരുത്. അടുത്തത് എക്സിസ്റ്റൻസ്. എക്സിസ്റ്റൻസ് പറയുമെങ്കിലും ഈക്കാണ് എന്ത് സൗണ്ട് ഉള്ളത്? A സൗണ്ട് ഉള്ളത്, അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, എക്സിസ്റ്റൻസ് ആണ് നമ്മൾ അവിടെ എഴുതുക. ഓക്കെ, അടുത്തത് ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റ് നമ്മുടെ സെൽഷ്യസ്, ഫാരൻഹീറ്റ് എന്നൊക്കെ പറയുന്നതിനകത്ത് നമ്മൾ ചിലപ്പോൾ ഈ ഹീറ്റ് ഒക്കെ എഴുതി കളയും, പക്ഷെ ഇവിടെ നോക്കുക, ഫാരൻ. ഇപ്പൊ എന്താ, അവിടെ ഇടയിൽ ഒരു H ഉള്ള കാര്യം മറക്കരുത്. നമ്മൾ നേരെ 6 ആണോ, ഫാരൻ 6, ആ H കാണൂല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അടുത്തത് ഹറാസ്. അവിടെ എന്താണ്? 1 Rഉം 2 S ആണ് ഉള്ളത്. ഓക്കെ, ഇമ്മീഡിയറ്റ് 2 M ഉണ്ട്, മീഡിയ അത് ആലോചിക്കുക, E ഉണ്ട് അവിടെ. ഇൻഡിപെൻഡന്റ്, ഡെന്റ് A പറയും നമ്മൾ, പക്ഷെ എപ്പോഴും ആലോചിക്കണം A സൗണ്ട് ആർക്കാണുള്ളത്? ഈക്കാണുള്ളത് എന്ന് ആലോചിക്കണം, മറക്കരുത്. അടുത്തത് ഇന്റലിജൻസ്. ഇന്റലിജൻസ് അവിടെയും എന്താണ്? A സൗണ്ട് ആർക്കാണ്? ഈക്കാണുള്ളത്. ജ്വല്ലറി. ജ്വല്ലറി എന്ന് പറയുന്നതിനകത്ത് 2 L ഇല്ല, 1 L ഉള്ളൂ എന്നാണ് ഓർക്കേണ്ടത്. അടുത്തത് മെയിൻ്റനൻസ്. അവിടെ എന്താ? TE ആണ്, TA അല്ല, മറക്കരുത്. അടുത്തത് മെലിനിയം. മെലിനിയത്തിനകത്തും 2 L ഉണ്ട്, 2 N ഉണ്ട്. 2 L ഉം 2 N ഉം ആണ് ഇവിടെ ആർക്കുള്ളത്? മെലിനിയം എന്ന് പറയുന്ന വാക്കിനുള്ളത്. മിസ്ചീവിയസ്. നമ്മുടെ ബിലീവ് പറഞ്ഞതുപോലെ തന്നെ IE ആണ് ഇവിടെ എടുക്കുന്നത്, EI അല്ല. ആ EI വെച്ചിട്ടുള്ള ഓപ്ഷൻ എന്തായാലും അതിനകത്ത് കാണും, പക്ഷെ എപ്പോഴും ഓർക്കുക IE ആണ് മിസ്ചീവിയസിനകത്തും ബിലീവിനകത്തും ഒക്കെ വരുന്നത്. നോട്ടീസബിൾ. നമ്മൾ എന്താ നോട്ടീസബിൾ? ഓക്കെ, നമ്മൾ ചേഞ്ചബിൾ പറഞ്ഞ പോലെ തന്നെ നോട്ടീസ് CABLE നമ്മൾ എഴുതും, പക്ഷെ അല്ല, ഇടയിലൊരു E കൂടെ ഉണ്ട്. അടുത്തത് ഒക്കറൻസ്. 2 Cയും 2 Rഉം ആണ് ഒക്കറൻസിനും ഉള്ളത്. അടുത്തത് പെർസീവറൻസ്. പെർസീവറൻസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ PER SEVER അങ്ങനെയൊക്കെ എന്താ ഒരു റിതം ഒക്കെ ഉള്ള ഒരു സ്പെല്ലിംഗ് ആണ്. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ C അല്ല, മറിച്ച് കുറെ ER ഒക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കി വെക്കുക. ഓക്കെ, ആൻഡ് പ്രിഫേർഡ് 2 R ആണുള്ളത്, പ്രിഫേർഡ് അതിനകത്ത്. നെക്സ്റ്റ് 2 F ഇല്ല, ഒരു F ഉം 2 R ഉം. പബ്ലിക്കലി നമ്മളിങ്ങനെ 2 L ഉം C കഴിഞ്ഞിട്ട് ഒരു A ഒക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കും, പക്ഷെ അങ്ങനെയല്ല. പബ്ലിക്കലി ഇതാണ് നമ്മുടെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി സ്പെല്ലിംഗ് ആയിട്ട് പറയാറുണ്ട്, പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്ത്, വളരെ റെയർ ആണ്. ആൻഡ് ദി കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ക്വസ്റ്റനെയർ. ക്വസ്റ്റനെയറിനകത്ത് 2 N ഉണ്ട്, ആൻഡ് NE അല്ല, NARE എന്നൊക്കെയാണ് നമ്മൾ എഴുതുക. റിസീവ്. നമ്മൾ ബിലീവിനകത്തും വേറെ മിസ്ചീവിയസിനകത്തും IE കണ്ടല്ലോ, പക്ഷെ നമ്മുടെ ഇവിടെ റിസീവ് എന്ന് പറയുന്നതിനകത്ത് എന്താണ്? EI ആണ് വരിക. ഓക്കെ, ആൻഡ് റിമെമ്പറൻസ്. റിമെമ്പറൻസിനകത്ത് റിമെമ്പറൻസ് എന്താണ് നമ്മൾ പറയാ? ബെറൻസ് എന്ന് പറയില്ല. അടുത്തത് റിതം. ഇംഗ്ലീഷിലെ തന്നെ എന്താ നമ്മുടെ വവ്വൽ യൂസ് ചെയ്യാത്ത ഒരു വാക്ക് എന്ന് പറയുന്നത് റിതമാണ്. ബാക്കി എല്ലാം എടുത്ത് നോക്കിയാലും അതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ ഒരു വവ്വൽ കാണും, പക്ഷെ ഇവിടെ എന്താണ്? റിതം എന്ന് പറയുന്ന വാക്കിനകത്ത് വവ്വൽ ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ റിതം തെറ്റിക്കുന്നത് എന്താണ്? H ഇല്ലാതെ എഴുതും, ഈ വവ്വലോടെ എഴുതാറുണ്ട്, അങ്ങനെയൊക്കെ. അടുത്തത് ഷെഡ്യൂൾ അല്ലെങ്കിൽ സ്കെഡ്യൂൾ. ഷേ പറയുകയാണെങ്കിൽ ഡ്യൂൾ പറയാ, സ്കേ പറയുകയാണെങ്കിൽ ജ്യോൾ പറയാ. അത് ഡിഫറെന്റ് ഓഫ് ആക്സെന്റ്സ് ആണ്. അടുത്തത് ഷെഡ്യൂളിനകത്ത് C എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്, എസിന്റെയും Hന്റെയും ഇടയിൽ, അതിനെ വിട്ടുപോകരുത്. ഓക്കെ,
ആൻഡ് ദ നെക്സ്റ്റ് വൺ സർജന്റ്. സർജന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇടയിലൊരു ഈ കിടപ്പുണ്ട്, അയാളെയും വിട്ടുപോകരുത്. അടുത്തത് സൂപ്പർസീഡ്. സൂപ്പർസീഡിനകത്ത് സി അല്ല എസ് ആണ്. ഓക്കെ. thorough. thorough ആയിട്ട് പഠിക്കുക എന്ന് പറയില്ലേ, അതാണ് thorough. ആൻഡ് 12th, അതെപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു സംഭവമാണ്. 12ന്റെ സ്പെല്ലിംഗ് എന്താന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോലും ആലോചിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നൊരു സ്പെല്ലിംഗ് ആണ് 12 എന്ന് പറയുന്നത്. വാക്യൂം, അതിനകത്ത് 2 സി ഇല്ല, ഒരു സിയേ ഉള്ളൂ വാക്യൂം എന്ന് പറയുന്നതിനകത്ത്. വെദർ, നമ്മളിത് വേറൊരു വെദറുമായിട്ട് തെറ്റിക്കാറുണ്ട്. ഇംഗ്ലീഷിലെ വെദർ ഓർ നോട്ട് എന്നൊക്കെ പറയുന്ന വെദറുമായിട്ടും ഇതിനെ തെറ്റിക്കാറുണ്ട്. ഇത് ക്ലൈമറ്റ് എന്ന് പറയുന്ന വെദർ ആണ്. ഓക്കെ. അതിന്റെ സ്പെല്ലിംഗ് എന്താ, WEATHER എന്നാണ് ആ വെദറിന്റെ സ്പെല്ലിംഗ് ആയിട്ട് വരിക. നമ്മൾ ഭയങ്കര ഓടിച്ച് കുറെ സ്പെല്ലിങ്സും കണ്ടു, കുറെ വൺ വേർഡ് കണ്ടു, കുറെ ഈഡിയം കണ്ടു, കുറെ സിനോണിംസ് കണ്ടു, കുറെ ആന്റോണിംസ് കണ്ടു. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി ഇത്രയും നാളും ചോദിച്ചിട്ടുള്ളതും അതിന്റെ സിമിലർ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും അതിന്റെ അകത്ത് തന്നെ നമ്മൾ കുറെ വാക്കുകളും ഒക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ ഇതുപോലെ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഇനിയും കാണാം. സോ ഇതുവരെ കണ്ടതൊക്കെ ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ താങ്ക് യു സോ മച്ച്.